നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പം സമ്മറാണ്, കൊടും ചൂടാണ്, അല്ലെങ്കിൽ കടുത്ത വേനലാണെന്നൊക്കെ പറയാം. അപ്പോൾ വറ്റി വരണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയർ നമുക്കറിയാം. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. കുഞ്ഞുങ്ങൾക്ക് സൺസ്ക്രീൻ ആവശ്യമുണ്ടോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പുറത്ത് അവർ വെയിലത്ത് കളിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വെയിലത്ത് എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, ബീച്ചിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സൺസ്ക്രീൻ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യണം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് യൂസ് ചെയ്യുന്ന സെയിം സൺസ്ക്രീൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാമോ എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പം 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ സ്കിന്നിലാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം നമുക്ക് 6 മാസം കഴിഞ്ഞു എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ, കെമിക്കൽ സൺസ്ക്രീൻ ഒട്ടും നല്ലതല്ല, മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാമാ എർത്തിൻ്റെയാണ്. ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. നമ്മൾ കാര്യമായിട്ടൊന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ഞാൻ ഓർത്ത് ഈ വർഷം യൂസ് ചെയ്യാവുന്നത്. എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ സെറ്റാഫിലായിരുന്നു വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ സെറ്റാഫിൽ യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഉള്ളതിൽ ഏറ്റവും നല്ലത് അതായിരിക്കുമല്ലോ. അപ്പോൾ അല്ല ഇതുള്ളൂ, ഇതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. ഇതിനും വലിയ വിലക്കുറവൊന്നും അല്ല കേട്ടോ. 299 ആണ് റേറ്റ് വരുന്നത്. അപ്പം വലിയ വിലക്കുറവൊന്നുമില്ല. പിന്നെ റേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരെണ്ണം വാങ്ങിക്കാം. പിന്നെ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും അവർക്കൊന്ന് കയ്യിൽ ക്രീം തേച്ച് കൊടുക്കണം. ബാ യോ തട്ടല്ലേ. ഓ ഒക്കം കഴിഞ്ഞോ? പോട്ടെ പോട്ടെ. അല്ലേ പനി കഴിഞ്ഞാണ് തെച്ചുകുട്ടി. അപ്പൊ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോട്ടെ പോട്ടെ. ഇല്ല ഇല്ല ഇല്ലമ്മ പോറ്റേറ്റോ. അമ്മ വീഡിയോ ചെയ്യുമായിരുന്നു. ഇവിടെ ഇരിച്ചുവാണ് അമ്മയുടെ മടിയില്. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും നമ്മളൊന്ന് കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഏതെങ്കിലും തേച്ച് കൊടുക്കുക. ലോഷനേക്കാളും എപ്പോഴും ഈ വേനൽക്കാലത്ത് നല്ലത് ക്രീമായിരിക്കും കേട്ടോ. ഇന്ന ബ്രാൻഡെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ നല്ല ബ്രാൻഡുകളുടെ ഒക്കെ വീഡിയോ പല പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസിങ് ക്രീം, അല്ല ലോഷനായാലും മതി, നോർമൽ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് ലോഷനായാലും മതി. പിന്നെ കുളിപ്പിക്കുമ്പോൾ എണ്ണ തേച്ചൊക്കെ കുളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് എഴുതി ഒരുപാട് എണ്ണ വാരിക്കോരി തേക്കേണ്ട. പക്ഷേ ഈ ഒരു രാവിലത്തെ സമയം കുറച്ചൊരു തണുപ്പുണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ഒരു കാലാവസ്ഥയും അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഭയങ്കര ചൂടും കുഞ്ഞുങ്ങളുടെ സ്കിൻ ഡ്രൈ ആക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് പറയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂട് സമയമാണല്ലോ. ഇപ്പം മിക്ക വീടുകളിലും തന്നെ പൈപ്പിൽ വരുന്നത് നല്ല തിളച്ച വെള്ളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരുപാട് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാതിരിക്കുക. ചൂടുവെള്ളത്തിൽ കുളിച്ചാലും സ്കിൻ ഡ്രൈ ആവും, അതുപോലെ തന്നെ ചൊറിച്ചിലും ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഇരിക്കുകയാണ്, എപ്പോഴും കളിയായിരിക്കും, തുള്ളിച്ചാടി നടക്കുമായിരിക്കും. വെള്ളം കുടിപ്പിക്കാനായിട്ട് മറന്നു പോവാതിരിക്കുക. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. തെച്ചുകുട്ടി ഇപ്പോൾ പനി കഴിഞ്ഞിട്ടേ ഉള്ളൂ. രാവിലത്തെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ഒരു ബൈ ബൈ പഞ്ഞി, ടാറ്റ പഞ്ഞി, ചിരിച്ചു കാണിച്ചേരെ. ചിരിച്ചാവാ.